ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നോക്കുന്നത് നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ ചെയ്യുന്ന വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൂമുകളിലേക്ക് ഏതൊക്കെ സർക്യൂട്ട് വലിക്കണം എന്നാണ്. ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോ ആണ്. അതായത് ഡി ബിയിലേക്ക് വരുന്ന സർക്യൂട്ട് എന്തൊക്കെയാണ്, ഇനി അതിന് ശേഷം റൂമിലേക്ക് വരുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ മെയിനായിട്ട് റൂമിലേക്ക് വരുന്ന എൻട്രൻസിൻ്റെ ബോക്സാണ് വരുന്നത്. ഫസ്റ്റ് വരുന്നത് ആ റൂം സർക്യൂട്ടാണ് വരുന്നത്. ഫേസ് ന്യൂട്രൽ വരുന്നുണ്ട്. അതായത് 2.5 വയർ തന്നെയാണ്. ഫേസ് ന്യൂട്രൽ വരുന്നുണ്ട്, പിന്നെ ഇൻവെർട്ടർ വരുന്നുണ്ട്, പിന്നെ മാസ്റ്റർ വരുന്നുണ്ട്, എർത്ത് വരുന്നുണ്ട്. ഇതാണ് മെയിനായിട്ട് വരുന്ന റൂമിലേക്ക് വരുന്ന സർക്യൂട്ട്. പിന്നെ വരുന്നത് ആ മെയിൻ എൻട്രൻസ് സ്വിച്ച് ആയതുകൊണ്ട് 2 2 വേ സ്വിച്ച് വരുന്നുണ്ട്. അതായത് ഒരു ഫാനും ലൈറ്റും 2 വേ സ്വിച്ച് വരുന്നുണ്ട്. അത് 2 വേ സ്വിച്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. ഇത് വരുന്ന ലീഡുകളാണ്. ഇത് നമ്മുടെ ഇഷ്ടാനുസരണം ഏതൊക്കെ ലീഡുകൾ, ഏതൊക്കെ ലീഡുകളൊക്കെ കൊടുക്കണം എന്ന് നോക്കി കഴിഞ്ഞാൽ അതിലാണ് വരുന്നത്. അതായത് ഇതിനകത്ത് ലൈറ്റും ഫാനും ഇവിടെയല്ല ലീഡ് വരുന്നത്, ബെഡ് സ്വിച്ചിലേക്കാണ് ലീഡ് വരുന്നത്. ഇത് മറ്റ് ലൈറ്റുകളുടെ ലീഡുകളാണ് ഈ ബോക്സിൽ കിടക്കുന്നത്. അപ്പോൾ 2 വേ വരുന്നുണ്ട്, പിന്നെ ഒരു മെയിൻ സർക്യൂട്ട് ഫേസ് ന്യൂട്രൽ എർത്ത് മാസ്റ്റർ ഇൻവെർട്ടർ, ഇതാണ് മെയിൻ സർക്യൂട്ട് വരുന്നത്. പിന്നെ വരുന്നത് ബെഡ് സ്വിച്ചാണ്. ബെഡ് സ്വിച്ചിൻ്റെ ഒരെണ്ടാണ് ഈ കാണുന്നത്. അതായത് 6 അടി കോട്ടിൻ്റെ ഒരു ടേബിളിൻ്റെ സൈഡാണ് ഈ കാണുന്നത്. ഈ സൈഡിൽ ഫസ്റ്റ് വരുന്നത് എ സിയുടെ സർക്യൂട്ടാണ് വരുന്നത്. എ സിയുടെ നീലയും മഞ്ഞയും വരുന്നത് ഇന്നാണ് വരുന്നത്. ഔട്ട് വരും. പിന്നെ വരുന്നത് അതിൻ്റെ ഔട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് അതിൻ്റെ മെയിൻ സർക്യൂട്ടാണ് വരുന്നത്. മെയിൻ സർക്യൂട്ട് നമ്മൾ എൻട്രൻസിൽ വരുന്നതിൻ്റെ തന്നെ ലൂപ്പ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അവിടെ 2.5 ആണ് വന്നിരിക്കുന്നത്. അവിടേക്ക് നമ്മൾ ലൂപ്പ് ചെയ്ത് 1.5 വന്നിരിക്കുന്നു. ഫേസ്, പിന്നെ വരുന്നത് ഇൻവെർട്ടർ, മാസ്റ്റർ, എർത്ത്, ഗ്രൗണ്ട്, ന്യൂട്രൽ വരുന്നത്. ഇത് വരുന്നത് തൊട്ടപ്പുറത്തെ ബോക്സിലേക്ക് പോകുന്ന സർക്യൂട്ട് കാര്യങ്ങളാണ്. അതിൻ്റെ ഇൻവെർട്ടറും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് തൊട്ടപ്പുറത്തേക്ക് പോകുന്ന സർക്യൂട്ട്. സെയിം സർക്യൂട്ട് തന്നെയാണ് തൊട്ടപ്പുറത്തേക്കും പോകുന്നത്. ലൂപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. ആ അപ്പുറത്തെ ബോക്സിൽ എ സി, മാസ്റ്റർ, അങ്ങനത്തെ കൺട്രോളിംഗ് ആണ് അപ്പുറത്ത് വരുന്നത്. പിന്നെ ഈ ബോക്സിൽ വരുന്നത് 2 വേ സ്വിച്ച്. നമ്മൾ എൻട്രൻസിൽ കൊടുത്തിരിക്കുന്ന 2 വേ സ്വിച്ചിൻ്റെ ആ 2 വേ സ്വിച്ചിൻ്റെ ഒരു ഇന്തിൻ്റെ കണക്ഷനാണ് നമ്മളിവിടെ കാണുന്നത്. എൻഡാണ് ഈ കാണുന്നത്. നമ്മൾ അവിടെ വലിച്ചിട്ട് ആ 2 വേയുടെ കണക്ഷൻ, ആ വയറാണ് ഇവിടെ കാണുന്നത്. 2 വേയുടെ ലീഡ് കാര്യങ്ങൾ, അതായത് ഫാനിൻ്റെ ലീഡും ഒരു ലൈറ്റിൻ്റെ ലീഡും നമ്മളിവിടെയാണ് കൊടുക്കേണ്ടത്. പിന്നെ വരുന്നത് മെയിൻ സർക്യൂട്ടാണ്. മെയിൻ സർക്യൂട്ട് വരുന്നത് 1.5 ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആ എൻട്രൻസ് സ്വിച്ചിലെ 2.5 നിന്നും ലൂപ്പ് ചെയ്തിട്ട് 1.5 സർക്യൂട്ടാണ് വരുന്നത്. ഫേസ്, ന്യൂട്രൽ, എർത്ത്, പിന്നെ വരുന്നത് ഇൻവെർട്ടർ, ഈ സെക്ഷനാണ് ഇവിടെ വരുന്നത്. പിന്നെ അതിൻ്റെ ലീഡ് ഞാൻ നേരത്തെ പറഞ്ഞ ഫാനിൻ്റെ ലീഡും അതുപോലെ ലൈറ്റിൻ്റെ ലീഡുമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് 2 വേ സ്വിച്ചിൽ വരുന്നത്. ബാക്കി വരുന്ന ലീഡ് പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഒരു ഫുഡ് ലാമ്പ് ലീഡ് വരുന്നുണ്ട്, ഫുഡ് ലാമ്പിൻ്റെ ലീഡ്, അങ്ങനെ അത്രയും ലീഡുകളാണ് ഇവിടെ വരുന്നത്. അതായത് ജസ്റ്റ് ഒരു റൂമിൻ്റെ അത്യാവശ്യം വേണ്ട 2 വേ സ്വിച്ചും മാസ്റ്റർ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ മെയിനായിട്ട് ഇവിടെ മാസ്റ്റർ ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അതായത് നമ്മൾ തൊട്ടപ്പുറത്ത് കണ്ടിരിക്കുന്ന ആ എ സിയുടെ എ സി കണ്ടോ നിങ്ങൾക്ക്, ആ എ സിയുടെ ബോക്സിലാണ് അവിടെ വന്നിട്ടാണ് മാസ്റ്ററിൻ്റെ ആ നീലവയർ അവസാനിക്കുന്നത്. അവിടെയാണ് മാസ്റ്റർ കൺട്രോളിങ് കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. റൂമിൻ്റെ കണക്ഷൻ ഒരു എക്സ്ട്രാ പ്ലഗ് കൂടി കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് വേണമെങ്കിൽ ലൂപ്പ് ചെയ്ത് ഒരു എക്സ്ട്രാ പ്ലഗ് കൂടി നമുക്ക് എടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.